3:20 VSന്റെ അന്ത്യം. ജൂൺ 23 മുതൽ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു VS അച്യുതാനന്ദൻ. പല ഘട്ടങ്ങളിലും അദ്ദേഹം അതിജീവിക്കുമെന്ന സൂചനകൾ നൽകിയെങ്കിലും ഒടുവിൽ 3:20 അവസാനമായി മരണത്തോട് കീഴടങ്ങുകയായിരുന്നു VS അച്യുതാനന്ദൻ. എന്താണ് VSുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെന്ന് MV ഗോവിന്ദൻ വിശദീകരിക്കുകയുണ്ടായി. AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഏതാണ്ട് 1 മണിക്കൂറിനകം VSന്റെ ഭൗതിക ശരീരം എത്തിക്കും. ഇന്നു രാത്രി അവിടെ പൊതുദർശനം, അതിനുശേഷം രാത്രി തന്നെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക്. നാളെ രാവിലെ 9 മണിയോടെ മൃതദേഹം ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക്, രാത്രി അവിടെ വീട്ടിൽ മൃതദേഹം സൂക്ഷിക്കും. മറ്റന്നാൾ രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാടിലായിരിക്കും VSന്റെ സംസ്കാരം. VSനെ സംബന്ധിച്ച് ആലപ്പുഴ സ്വന്തം മണ്ണാണ്. വലിയ ചുടുകാട് എന്നത് ആ സഖാവിനെ സംബന്ധിച്ച് ഏറ്റവും കേരളം വിടവാങ്ങാൻ നിശ്ചയിക്കുന്ന ഏറ്റവും അർഹമായ ഭൂമിയുമാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ സ്മരണ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലായിരിക്കും VS അച്യുതാനന്ദന്റെ സംസ്കാരം മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുക. ഇപ്പോൾ വിജിനും ചേരുന്നുണ്ട് ആശുപത്രിക്ക് മുന്നിൽ നിന്ന്. വിജിൻ, നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, എന്തായാലും ഒരു വിപ്ലവ നൂറ്റാണ്ട് അന്തരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ അക്കാര്യത്തിലുള്ള ഏതൊക്കെ തരത്തിലാണ് സംസ്കാര ചടങ്ങുകളും പൊതുദർശനവും എന്ന കാര്യം കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. ആദ്യം കൊണ്ടുപോവുക പഴയ AK സെന്ററിലേക്ക്, അതായത് സംസ്ഥാന കമ്മിറ്റി, CPMന്റെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായി കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്ന പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാകും ആദ്യം മൃതശരീരം കൊണ്ടുപോവുക. അവിടെ നിന്ന് പിന്നീട് വേലിക്കകത്ത് എന്ന് പേരിട്ടിരിക്കുന്ന തിരുവനന്തപുരം PMGയിലെ ലോ കോളേജിലുള്ള മകന്റെ വീട്ടിലേക്ക് ആണ് മൃതശരീരം കൊണ്ടുപോകുക. അവിടെയായിരിക്കും ഇന്ന് മൃതശരീരം പൊതുദർശനത്തിനും ഒപ്പം തന്നെ ആളുകൾക്കും ഒക്കെ കാണാനായി വെക്കുക. VSനെ അതിനുശേഷം നാളെ രാവിലെ VSന്റെ ഏറെക്കാലത്തെ തട്ടകമായിരുന്ന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കും. ദർബാർ ഹാളിലാണ് അവിടെ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമാണ് ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി മൃതശരീരം കൊണ്ടുപോവുക. എന്തായാലും ഒരു നൂറ്റാണ്ട്, 100 വർഷവും ഒരു വർഷവും കൂടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് 100 വർഷം തികയുന്നതിനൊപ്പമാണ് VSന് 100 വർഷം തികഞ്ഞത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നൂറ്റാണ്ടിനൊപ്പം നടന്ന വ്യക്തിയാണ് ഇല്ലാതായിരിക്കുന്നത്. ഏറെ നാൾ, അതായത് കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് VSനെ ഹൃദയാഘാതത്തെ തുടർന്ന് ഇവിടെ പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം പലതവണ VSന്റെ ആരോഗ്യനില കൂടുതൽ വഷളാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ VS അതിനോടെല്ലാം അതിജീവിച്ച് വീണ്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യാവസ്ഥയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടിയാണ് VSന്റെ ജീവൻ എല്ലാ ഘട്ടത്തിലും നിലനിർത്തുകയും ചെയ്ത് ചില ഘട്ടങ്ങളിലൊക്കെ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് കുറച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ VS നേരിട്ട് ശ്വാസമെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ആരോഗ്യനില അപ്പോഴും ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുകയായിരുന്നു. ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ് പലതവണ VSന് നൽകി. ഒപ്പം തന്നെ ശ്വാസോച്ഛ്വാസം വീണ്ടെടുക്കാനുള്ള നീക്കങ്ങൾ പല തരത്തിൽ നടത്തുകയും ചെയ്തു. ആന്റിബയോട്ടിക്കിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് VSനെ ഈ ഇൻഫെക്ഷൻ ഇല്ലാതെയൊക്കെ ആശുപത്രി അധികൃതർ മുന്നോട്ട് കൊണ്ടുപോയത്. SUT ആശുപത്രിയിലെ പ്രത്യേക മെഡിക്കൽ സംഘവും ഒപ്പം തന്നെ സർക്കാർ നിയോഗിച്ച മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ 7 അംഗ സംഘം അടങ്ങുന്നവർ അവർ നിരന്തരം എത്തി VSന്റെ ആരോഗ്യ നിലയൊക്കെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും ദിവസമായി കൂടുതൽ മറ്റ് വിവരങ്ങൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നല്ലാതെ VS ഇങ്ങനെ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറയും എന്നുള്ള ഒരു വിവരം ലഭിച്ചിരുന്നില്ല. പെട്ടെന്നാണ് VSന്റെ ആരോഗ്യനില വഷളാവുകയും ഈ BP നോർമൽ ആയ അവസ്ഥയിൽ നിന്ന് BP തീരെ ഡൗൺ ആവുകയും ചെയ്തതോടെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഉടനടി SUT ആശുപത്രിയിലേക്ക് എത്തിയത്. അവർ എത്തിയതോടുകൂടി തന്നെ അന്ത്യം സംഭവിച്ചു എന്നുള്ളതാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ SUT ആശുപത്രിയിലേക്ക് നിരവധി രാഷ്ട്രീയ നേതാക്കൾ, CPIMന്റെ മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ VSനെ അവസാനമായി അവരൊക്കെ ആശുപത്രിയിൽ എത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ മറ്റ് നടപടികൾ ഒക്കെ പൂർത്തീകരിച്ചായിരിക്കും മൃതദേഹം പുറത്തേക്ക് എത്തിക്കുക. CPM സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും. പിന്നീടാണ് VSന്റെ ഒരുപാട് കാലത്തെ, അതായത് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്ന AKG സെന്ററിൽ വർഷങ്ങൾ ആണ് CPMനെ സംസ്ഥാന സെക്രട്ടറിയായി നയിച്ചത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയും ഒക്കെയായി VS നയിച്ചത് വർഷങ്ങളായിരുന്നു. എന്തായാലും നിലവിൽ VSന്റെ ഏറ്റവും പ്രധാന പ്രവർത്തനങ്ങളുടെ തട്ടകമായിരുന്ന, പ്രവർത്തന കേന്ദ്രമായിരുന്ന പഴയ AKG
സെന്ററിലേക്ക്, ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രമായി മാറിയിരിക്കുന്ന AKG സെന്ററിലേക്കാണ് ഇവിടെ നിന്ന് നേരെ മൃതദേഹം എത്തിക്കുക. അതിനുശേഷമായിരിക്കും വേലിക്കകത്ത് എന്ന പേരിട്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിക്കുക. വേണു. വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനകം VS അച്യുതാനന്ദന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും.